ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പോൾ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ജോലിയൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് നല്ല ക്ഷീണമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ രാത്രി ഉറങ്ങിയതേ ഇല്ല കേട്ടോ. ഒരു 2 മണിയൊക്കെ ആവാറായപ്പോൾ ജിത്തുക്കുട്ടൻ എഴുന്നേറ്റ് ഒരേ കളിയായിരുന്നു. പിന്നെ അണ്ണൻ അടുത്ത് കിടക്കുന്നു അബിക്കുട്ടൻ. അവനെ ഇട്ടങ്ങ് ശല്യപ്പെടുത്തുന്നോണ്ടലും പിച്ചലുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവനെ എടുത്തുകൊണ്ട് താഴെ കട്ടിലിന് താഴെ വന്നു കേട്ടോ. താഴെ സൈഷേട്ടൻ കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ സൈഷേട്ടൻ്റെ അടുത്ത് പോയി കിടന്ന് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്കിയിട്ട് ഇവനെ കളിപ്പാട്ടൊക്കെ പറക്കിയിട്ട് കൊടുത്തിട്ട് അവൻ കളിക്കുന്നേ ഇല്ല. എന്നെ ഇട്ട് തോണ്ടുവാണ് ഞാനും കൂടെ കളിക്കാൻ ചെയ്യാനായിട്ട്. അങ്ങനെ കുറേ നേരം അവൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് കൊണ്ട് നടന്നു തോളത്തിട്ടൊന്ന് ഉറക്കിയൊക്കെ നോക്കിയിട്ടും ആൾ ഉറങ്ങുന്നേ ഇല്ല. ഭയങ്കര കളി വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എപ്പോഴാണ് ഉറങ്ങിയത്? രാവിലെ ഒരു 6 മണിയാവാറായപ്പോൾ അയാൾക്ക് ഉറക്കം വന്നിട്ട് നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ പാൽ കൊടുത്തപ്പം പെട്ടെന്ന് ഉറങ്ങി കേട്ടോ. അപ്പം നമ്മളെ പോലെയല്ല അവർക്ക് രാവിലെ കിടന്ന് ഉറങ്ങാമല്ലോ, വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, കഴിക്കുക ഉറങ്ങുക. അപ്പോൾ നമുക്കതുപോലെ അല്ലല്ലോ, അവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. രാവിലെ ആകുമ്പോൾ പിന്നെ ആഹാരമൊക്കെ വെക്കണ്ടേ. അത് മാത്രമല്ല നമ്മളെ വീട്ടിലെ പണികളും എല്ലാം ചെയ്യണം. നമുക്ക് വേറെ കൈസഹായത്തിനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ക്ഷീണം പോലെ ഉറങ്ങാത്തതുകൊണ്ട് അങ്ങനെ ചട്ടമ്പിക്കുട്ടൻ രാത്രി കിടന്ന് ഉറക്കമൊക്കെ കളഞ്ഞിട്ട് രാവിലെ 10 മണിയാവാറായപ്പോൾ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. പിന്നെ അവനെ എടുത്തുകൊണ്ട് കുറച്ച് നേരം ജോലിയൊക്കെ ചെയ്തു കേട്ടോ. തുണിയൊക്കെ കഴുകി വിരിച്ചിടാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ജോലികളൊക്കെ അവനെ വെച്ചുകൊണ്ട് ചെയ്തു. പിന്നെ കുറച്ച് നേരം കൊണ്ടിരുത്തി കളിപ്പാട്ടൊക്കെ പറക്കിയിട്ട് കൊടുത്തു. ഒരു അരമണിക്കൂറൊക്കെ എങ്ങനെയും കഷ്ടിച്ചിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ആളുടെ കോള് മാറും. അങ്ങനെ ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ കാപ്പി കുടിച്ചത് തന്നെ, ജോലിയൊക്കെ ഒതുക്കിയിട്ട്. അപ്പോൾ ദോശയും സാമ്പാറും ആയിരുന്നു. അങ്ങനെ കാപ്പി കുടി കഴിഞ്ഞു. അബിക്കുട്ടനും കാപ്പി കൊടുത്തു കേട്ടോ. അപ്പം നമ്മളെല്ലാവരും താമസിച്ചു കേട്ടോ കാപ്പി കഴിക്കാനായിട്ട്. അങ്ങനെ കാപ്പി കുടി കഴിഞ്ഞു. ഇനി നമുക്ക് ചൂരമീനാണ് ഉച്ചയ്ക്കത്തേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വേഗം ഇനി പെട്ടെന്ന് കഞ്ഞിക്ക് അരിയൊക്കെ ഇടുവാണ്. അപ്പോൾ സൈഷേട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വെപ്രാളപ്പെട്ടിനി അരിയൊക്കെ കഴുകിയിട്ടിട്ട് ഉച്ചയ്ക്ക് നേരത്തെ ഒന്ന് ഉറങ്ങാന്ന് വെച്ചാൽ നടക്കത്തൊന്നുമില്ല കേട്ടോ. ആഹാരം വെപ്പം കഴിഞ്ഞിട്ട് പിന്നെ അബിക്കുട്ടൻ്റെ അനിയൻ ജിത്തൂട്ടന് ഇതേ കുറുക്ക് കാച്ചുവാണ്. കുറുക്ക് കാച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മീൻകറി വെക്കാൻ പോവാണ്. നമ്മൾ വേഗം ജോലിയൊക്കെ ഒതുക്കിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കത്തൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ പാത്രം കഴുകാൻ കിടക്കും, പിന്നെ തുണി കഴുകാനും, പിന്നെ മോനെ അബിക്കുട്ടനെ കുളിപ്പിക്കണം. അങ്ങനെ ജോലികളങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിതേ ചൂരക്കറി അടുപ്പിലാക്കി. നമ്മൾ തക്കാളിയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഞാൻ അതിലോട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് ഇനി കുറച്ച് മീനിട്ട് വറുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ വറുക്കാൻ ദോശക്കല്ലാണ് വറുക്കുന്നത്. പിന്നെ വേറെ കറിയൊന്നുമില്ല. അതിന് കുറച്ച് തൈര് എടുത്തിട്ട് നമ്മൾ മോര് പോലെ കാച്ചി. അങ്ങനെ സൈഷയുടെ വന്ന് ചോറ് കഴിച്ചിട്ട് പോയി. പിന്നെ വൈകിട്ട് കുളിച്ചിട്ട് ചായ കുടിച്ചു. ചായക്ക് ബിസ്ക്കറ്റായിരുന്നു, ഡെയിലി ബിസ്ക്കറ്റായിരുന്നു കാണിക്കത്താണ്. പിന്നെ രാത്രി നമ്മളെ മാങ്ങാച്ചാർ തീരാറായി കേട്ടോ, കുറച്ചേ ഉള്ളൂ. പിന്നെ മുട്ട തോരനും ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട്. അങ്ങനെ രാത്രിത്തെ അത്താഴം കഴിഞ്ഞു. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ അപ്പോഴത്തേക്ക് 8 മണിയൊക്കെ കഴിഞ്ഞ് ആഹാരം കഴിച്ചപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അത് ചതച്ച് ഇങ്ങനെ തല്ലി ഇടുവാണ്. ഇങ്ങനെ തല്ലി വെക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ചീത്തയാവില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരേ വെളുത്തുള്ളി അതേപോലെ ഇട്ടിരുന്നാലും ചത്തു പോവും, നമ്മളെല്ലാം തൊലിക്കകത്തൊന്നും കാണില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ എപ്പം വെളുത്തുള്ളി മേടിച്ചാലും ചതച്ച് വാരിയിട്ട് ഇങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ അത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ വെളുത്തുള്ളി എപ്പോൾ മേടിച്ചാലും ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കത് വലിയൊരു ഉപകാരമാണ്. അങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ട് ചെയ്തതേ ഉള്ളൂ. ഇനി നമ്മൾ ഉറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട് സലാഡ് സൈഷേട്ടൻ വെച്ചതിൻ്റെ ബാലൻസ് ഇരുന്നായിരുന്നു, അതും രാത്രി കഴിച്ചു. കുറച്ചേ ഉള്ളായിരുന്നു, അത് കഴിച്ചിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വേറെ വിശേഷമൊന്നുമില്ല. താങ്ക് യു.